അയോധ്യയിൽ ശ്രീരാമൻ ബാലരാമഭാവത്തിൽ പ്രതിഷ്ഠിതനായി. ആഘോഷം കേരളത്തിലും അലയടിച്ചു. ക്ഷേത്രങ്ങളിൽ വിശ്വാസികളും വിവിധ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ സംഘടനകളും രാമജന്മഭൂമി ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് ഉത്സവമാക്കി. തിരുവനന്തപുരത്ത് വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനിൽ പ്രതിഷ്ഠാപൂജകൾ തത്സമയം കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുടുംബസമേതമെത്തി. This is the only culture in the whole world. I am not criticizing others. I am only describing the special virtue of this culture, which has a universal vision and which is all inclusive. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ 800 അമ്പലങ്ങളിലാണ് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നത്. എറണാകുളം TD ക്ഷേത്രത്തിൽ ശ്രീരാമചിത്രവുമായി വിശ്വാസികൾ നഗരപ്രദക്ഷിണം നടത്തി. പ്രത്യേക പൂജകൾ, ജയ് ശ്രീറാം വിളികളും രാമനാമ ജപവുമായി ഉത്സവാഘോഷത്തോടെ വിശ്വാസികൾ. കത്രിക്കടവ് ശിവക്ഷേത്രത്തിൽ കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹവും ആഘോഷവുമായി ഒത്തുചേർന്നു. കൊച്ചിയിലെ സിനിമാ സെറ്റിൽ നടൻ ഉണ്ണി മുകുന്ദൻ രാമജ്യോതി തെളിയിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു. മധുരം വിതരണം ചെയ്തു. സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ BJP നേതാവ് പ്രകാശ് ജാവദേക്കറും BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും അയോധ്യയിലെ ചടങ്ങുകൾ തത്സമയം വീക്ഷിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കോട്ടയം രാമപുരം ക്ഷേത്രത്തിലെ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ചൈതന്യ ഹാളിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിവിധ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്തും പ്രത്യേക ചടങ്ങുകൾ നടത്തി. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ശ്രീരാമചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.